ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക നടപടിയിൽ അമേരിക്കൻ വ്യോമസേനയ്ക്കുണ്ടായത് വലിയ നഷ്ടമെന്ന് വീണ്ടും റിപ്പോർട്ടുകൾ. ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഉൾപ്പെടെ 42-ലേറെ വിമാനങ്ങൾ തകർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. US കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ടിലാണ് അമേരിക്കയുടെ ഈ ഭീമമായ നഷ്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. പെന്റഗണിന്റെയും US സെൻട്രൽ കമാൻഡിന്റെയും പ്രസ്താവനകളും വാർത്താ റിപ്പോർട്ടുകളും വിശകലനം ചെയ്താണ് ഈ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി അമേരിക്ക ആരംഭിച്ചത്. വിശദമായ പരിശോധനകളിൽ വ്യോമനഷ്ടം ഇനിയും കൂടിയേക്കാമെന്നും US കോൺഗ്രഷണൽ റിസർച്ച് സർവീസിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ അഭിമാനമായ ഡ്രോൺ വ്യൂഹത്തിനാണ് ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും ഏറ്റവും വലിയ പ്രഹരമേറ്റത്. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ കെൽപ്പുള്ള 24 MQ-9 റീപ്പർ അത്യാധുനിക ഡ്രോണുകളും നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു MQ-4C ട്രൈറ്റോൺ ഡ്രോണും അമേരിക്കയ്ക്ക് നഷ്ടമായി. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഡ്രോൺ വ്യൂഹം നേരിട്ട വലിയ തിരിച്ചടിയാണിത് എന്നാണ് വിലയിരുത്തുന്നത്. വ്യോമസേനയ്ക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിൽ യുദ്ധത്തിനായി ചെലവിട്ട പണത്തെക്കുറിച്ചും വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മെയ് 12 നടന്ന ഹൗസ് അപ്രോപ്രിയേഷൻ സബ് കമ്മിറ്റി യോഗത്തിൽ ആക്ടിംഗ് പെന്റഗൺ കൺട്രോളർ യുദ്ധച്ചെലവ് കുത്തനെ ഉയർന്നതായി സമ്മതിച്ചിരുന്നു. ഇറാനിലെ സൈനിക നടപടികൾക്കായി ഇപ്പോൾ $29 ബില്യൺ, അതായത് ഏകദേശം 2.5 ലക്ഷം കോടി രൂപ ചെലവായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. ദീർഘനേരം ഇരുവരുടെയും സംസാരം നീണ്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 3 ദിവസത്തിനിടെ ഇരുവരും തമ്മിലുള്ള രണ്ടാമത്തെ സംഭാഷണമാണിത്. ഇറാനുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കങ്ങളും മേഖലയിൽ നിലനിൽക്കുന്ന സുരക്ഷാ സാഹചര്യവും സംഭാഷണത്തിൽ ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്നാൽ എന്ത് തീരുമാനമാണ് ഇവർ കൈക്കൊണ്ടത് എന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ഞായറാഴ്ചയാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത്. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി ആലോചിച്ചേക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇരു കൂട്ടരും വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കടുത്ത നടപടി ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉപരോധങ്ങൾ എല്ലാം പിൻവലിക്കുക, വിദേശത്തുള്ള ഇറാനിയൻ ആസ്തികൾ മോചിപ്പിക്കുക, യുദ്ധവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. ഈ വിഷയങ്ങളിൽ ഇറാൻ ഇപ്പോഴും കടുത്ത നിലപാട് തന്നെ തുടരുകയാണ്. അതേസമയം തങ്ങൾ മുന്നോട്ട് വെച്ച കരാറിൽ ധാരണയായില്ലെങ്കിൽ ഇനിയും യുദ്ധം എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ച അന്തിമ ഘട്ടത്തിലാണ്. ഒന്നുകിൽ ഒരു കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചില കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നും ട്രംപ് പറയുന്നു.